അല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിക്കുക, ആർക്കൊരു ഉപദ്രവം ഇല്ലാതെ ഞാൻ മെഡിസിൻ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ എൻ്റെ കാര്യമായിട്ട് എൻ്റെ പൈസയ്ക്ക് എൻ്റെ ചെലവിൽ എൻ്റെ റൂമിൽ നിന്ന് എടുത്തിട്ട് ഞാൻ എന്നെപ്പോലെ എൻഹാൻസ് ചെയ്ത ബോഡി ബിൽഡേഴ്സ് ഉള്ള ഷോസിൽ പോയി ഇറങ്ങുന്നു. പക്ഷേ ഞങ്ങൾ എൻഹാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഞങ്ങൾ ഇഷ്ടംപോലെ ചെയ്തോളാം. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഷോസ് ഉണ്ട്, ഞങ്ങളുടെ ഫ്യൂച്ചർ ഉണ്ട്. ഇത് പുതിയ തലമുറയ്ക്ക് ഒരു പ്രശ്നമാണ്. എല്ലാ തലമുറയത്തെ ആൾക്കാരും ഇതിലേക്ക് അഡിക്റ്റഡ് ആണെന്ന് പറയുന്നത് ആ പോരാളികളോടാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ ബാറിലൊക്കെ പോയിട്ട് നിങ്ങൾ കച്ചറ ഉണ്ടാക്കണം. ഇത് പുതിയ തലമുറയ്ക്ക് പ്രശ്നമാണ്. ബീവറേജ് പോയിട്ട് കച്ചറ ഉണ്ടാക്കണം, ഇത് കൂട്ടണം. പുതിയ തലമുറ കള്ളു കുടിക്കുന്നുണ്ട്. കൊക്കൈൻ വിൽക്കുന്ന ഡീലേഴ്സിൻ്റെ അടുത്ത് പോയി പറയണം ഇത് വിൽക്കരുത്, ഇത് പ്രശ്നമാണ്. കഞ്ചാവ് വിൽക്കുന്നവരുടെ അടുത്ത് പോയി ഇത് പറയണം, സിഗരറ്റ് വലിക്കുന്നവരുടെ അടുത്ത് പോയി ഇത് വരണം. അത്ര നിങ്ങൾ സമൂഹത്തിന് നല്ലത് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ചാവോ ഇല്ലെന്നൊക്കെ അതൊക്കെ സെക്കൻഡറി ആണ്. ബ്രോ പറയുന്ന കാര്യം ഞാൻ 100% റെസ്പെക്ട് ചെയ്യുന്നു ബ്രോ. കാര്യം ഒരുപാട് ഫേക്ക് നാറ്റീസിൻ്റെ ഇടയിൽ ബ്രോ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. ബ്രോ സ്റ്റെറോയിഡ് യൂസ് ചെയ്ത് ആ ഒരു ലെവൽ ഓഫ് കോമ്പറ്റീഷനാണ് ബ്രോ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. സോ തീർച്ചയായിട്ടും ബ്രോയ്ക്ക് സ്റ്റെറോയിഡ് യൂസ് ചെയ്ത് അവിടെ പോയിട്ട് ഒരു കാര്യമില്ല. ബ്രോ കോമ്പറ്റ് ചെയ്യാൻ ബ്രോയ്ക്ക് പറ്റത്തില്ല. പിന്നെ ബ്രോ വർക്കൗട്ട് എന്ന് പറയുമ്പോൾ അതിപ്പോൾ നമ്മൾ നാച്ചുറലി ബിൽഡ് ചെയ്യുന്നതാണെങ്കിലും സ്റ്റെറോയിഡ് യൂസ് ചെയ്താണെങ്കിലും നമുക്കത് നമ്മുടെ 100% എഫേർട്ടും ഡിസിപ്ലിനും ഇല്ലാതെ ഒരിക്കലും നമ്മുടെ ബോഡി അവിടെ ബിൽഡ് ആവുന്നില്ല. ബ്രോ ആസ് എ ജിം ട്രെയിനർ ഞാൻ എൻ്റെ ക്ലയൻസിനോട് പറയാറുണ്ട്, വെള്ളവടി, സിഗരറ്റ് വലി, കഞ്ചാവ്, മയക്കുമരുന്ന് ഇതൊന്നും വേണ്ട. അതുപോലെ തന്നെ സ്റ്റെറോയിഡും ഞാൻ യൂസ് ചെയ്യാൻ ആരോടും പറയാറില്ല. കാര്യം കോമ്പറ്റീഷൻ ഇറങ്ങുന്നവർ മാത്രമേ ഇത് യൂസ് ചെയ്യട്ടെ. അത് മാത്രമല്ല, ഇത് ആർക്കും അത്ര ഈസി അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഒരു സാധനമല്ല ഇത്. ഒരു ജിമ്മിലെ ട്രെയിനർ വിചാരിക്കാതെ ഒരിക്കലും ഇവർ ഈ സ്റ്റെറോയിഡ് യൂസ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ എന്തിനാണ് വെറുതെ എല്ലാവരെയും പിടിച്ച് ഈ കോമ്പറ്റീഷൻ ഇറക്കുന്നത്? നമ്മുടെ നാട്ടിലെ ജിമ്മുകളിലെല്ലാം സംഭവിക്കുന്നത് അത് തന്നെയാണ്. വരുന്നവരെയും പോകുന്നതിനും എല്ലാവരും പിടിച്ച് കോമ്പറ്റീഷൻ ഇറക്കും. കാര്യം പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ആ ട്രെയിനറിൻ്റെ ആ ജിം ഓണറിൻ്റെയും കീശ വീർപ്പിക്കാനായിട്ട് വെറുതെ എല്ലാവരെയും പിടിച്ച് കോമ്പറ്റീഷൻ ഇറക്കും. അത് വേണോ വേണ്ടതെന്ന് മാത്രം നിങ്ങളൊന്ന് ആലോചിക്കുക. അത്രേ ഇവിടെ പറയുന്നുള്ളൂ.